ടി.എൻ. പ്രതാപൻ എം.പിക്ക് വേണ്ടി തൃശൂരിൽ കൂടുതൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. പുല്ലഴിയിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ് ഇന്നലെ രാത്രി പുതിയ ചുവരെഴുത്ത് കണ്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പ്രചാരണം വേണ്ട എന്ന KPCC നിർദ്ദേശം പ്രാദേശിക നേതൃത്വം വകവയ്ക്കുന്നില്ല എന്ന ആരോപണം ഇതിനകം തൃശ്ശൂരിൽ ഉയർന്നു കഴിഞ്ഞു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, നമ്മൾ പോകുന്ന കടയില്ലേ സൂരജ്, പത്തൻസ്, അവിടുത്തെ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. കൊള്ളാം, പറയൂ. SK പത്തൻസിനടുത്ത് തന്നെയാണുള്ളത്. ഇവിടെ തൃശ്ശൂരിൽ ഒരു കോഫി ഹൗസ് ഉണ്ട്, അവിടെയാണുള്ളത്. എന്തായാലും വാർത്തയിലേക്ക് വരാം. പ്രതിപക്ഷ നേതാവിന്റെ അടക്കം തുടർച്ചയായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ചുവരെഴുത്ത് പാടില്ല എന്ന കർശന നിർദ്ദേശം അത് പ്രതിപക്ഷ നേതാവ് അടക്കം മുന്നോട്ട് വച്ചിട്ടും അത് തൃശ്ശൂരിലെ പ്രവർത്തകരോ നേതാക്കളോ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടി.എൻ. പ്രതാപന് വേണ്ടി അത്തരത്തിൽ തുടരെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ സമയത്തെല്ലാം തന്നെ സിറ്റിംഗ് MP ആയിട്ടുള്ള ടി.എൻ. പ്രതാപൻ തന്നെ ഇത്തരത്തിൽ ചുവരെഴുത്തുകൾ പാടില്ല, മാറ്റണം എന്നൊരു കർശന നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഇളവള്ളിയിലാണ് വീണ്ടും ചുവരെഴുത്ത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ആ ചുവരെഴുത്ത് മായ്ച്ച് മണിക്കൂറുകൾക്ക് തികയും മുമ്പ് തന്നെ പുല്ലഴിയിലെ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിൽ തന്നെ ഇത്തരത്തിൽ ചുവരെഴുത്തുകൾ ഉണ്ടായി. അതും KPCC സെക്രട്ടറി K. പ്രസാദിന്റെ നേതൃത്വത്തിൽ, അതായത് പ്രസാദിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ ചുവരെഴുത്ത് നടത്തിയത് എന്നുള്ളതാണ് ഈ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത്. പ്രതാപൻ തുടരും, പ്രതാപത്തോടെ എന്ന തലക്കെട്ടുകളായിരുന്നു ഈ തുടർ ചുവരെഴുത്തുകളിലെല്ലാം തന്നെയുള്ളത്. അത്തരത്തിൽ പ്രതാപന് വേണ്ടി തുടരെ ഈ ചുവരെഴുത്തുകളുമായി രംഗത്തെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ ചുവരെഴുത്തുകൾ വരും എന്നുള്ളത് തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം നേതൃത്വമാണെങ്കിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ഇത്തരം ചുവരെഴുത്തുകൾ പാടില്ല എന്ന നിലപാട് പ്രവർത്തകരെ അറിയിക്കുന്നുണ്ട്. ഇന്നലെ ടി.എൻ. പ്രതാപനുമായി ഈ വിഷയം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം വലിയ ആവേശത്തിലാണ്, ആവേശം കൊണ്ട് പ്രവർത്തകർ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഇന്നലെ ടി.എൻ. പ്രതാപൻ പറഞ്ഞത്. പക്ഷേ എന്നാലും ചുവരെഴുത്തിൽ നിന്ന് പിന്മാറണം എന്നത് ടി.എൻ. പ്രതാപനും പറയുന്നുണ്ട്. പക്ഷേ തുടരെ ടി.എൻ. പ്രതാപനായി തൃശ്ശൂരിൽ ചുവരെഴുത്തുകൾ സജീവമാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. SK. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകി.